മന്ത്രി കെ എം മാണി ഉൾപ്പെട്ട ബാർ കോഴ കേസ് നിയമോപദേശത്തിന് വിട്ട നടപടി വിവാദമാവുകയാണ്. ഒരു കേസിന്റെ അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ എത്തുന്നതിന് മുൻപായി പബ്ലിക് പ്രോസിക്യൂട്ടറെയോ ഉപദേഷ്ടാവിന്റെയോ നിയമോപദേശം തേടാൻ പാടില്ല എന്ന സുപ്രീം കോടതി വിധി നിലനിൽക്കുമ്പോഴാണ് ബാർ കോഴ കേസിൽ കുറ്റപത്രം കോടതിയിലെത്തുന്നതിന് മുമ്പായുള്ള നിയമോപദേശം. കേസിൽ വിധി നിർണ്ണയിക്കേണ്ട കോടതിയെ നോക്കുകുത്തിയാക്കുന്നതിന് തുല്യമാണ് വിജിലൻസിന്റെ ഈ നടപടിയെന്ന് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ബാർ കോഴ കേസ് അന്വേഷണ റിപ്പോർട്ട് കോടതിയിലെത്തുന്നതിന് മുമ്പ് തന്നെ അട്ടിമറി ലക്ഷ്യം വെച്ച് നിയമോപദേശത്തിന് വിട്ട നടപടി സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തിന് വിരുദ്ധമായി മാറുന്നു. മന്ത്രി പദവിയിലുള്ള പ്രതിയെ രക്ഷിച്ചെടുക്കാൻ ഉന്നതർ ഇടപെട്ട് നടത്തുന്ന കള്ളക്കളിയാണ് നിയമോപദേശമെന്ന് പരക്കെ ആക്ഷേപവും ഉയർന്നു കഴിഞ്ഞു. ഒരു കേസിന്റെ അന്വേഷണം പൂർത്തിയായാൽ അതിന്റെ റിപ്പോർട്ട് കോടതിയിലാണ് സമർപ്പിക്കേണ്ടതെന്നും അതിനു മുമ്പായി പബ്ലിക് പ്രോസിക്യൂട്ടറെയോ ഉപദേഷ്ടാവിന്റെയോ നിയമോപദേശത്തിന് വിടാൻ പാടില്ലെന്ന് 2000 ഏപ്രിലിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഉത്തരവിൽ വ്യക്തമാക്കുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്റെ മേലുദ്യോഗസ്ഥനോട് മാത്രമേ കേസിന്റെ വിവരങ്ങൾ കൈമാറാൻ പാടുള്ളൂവെന്നും സുപ്രീം കോടതിയുടെ ഈ വിധിന്യായത്തിൽ പറയുന്നു. സെൽവി ആത്മഹത്യാ കേസുമായി ബന്ധപ്പെട്ട് 2000 ഏപ്രിൽ 13-ാം തീയതി ജസ്റ്റിസ് കെ ടി തോമസ്, ജസ്റ്റിസ് മൊഹപാത്ര എന്നിവർ ഉൾപ്പെട്ട കോടതി ബെഞ്ചാണ് ഒരു കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ പാലിക്കേണ്ട കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഈ വിധിന്യായവുമായി പൊരുത്തപ്പെടാൻ കഴിയാത്തതാണ് നിലവിലെ ബാർ കോഴ അന്വേഷണവും നിയമോപദേശം തേടലും. വ്യക്തമായ ധാരണയോടെയും സാഹചര്യ തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിലാണ് കെ എം മാണി ഉൾപ്പെട്ട ബാർ കോഴ അന്വേഷണം പുരോഗമിച്ചത്. ഇതിന്റെ സത്യസന്ധമായ റിപ്പോർട്ട് തന്നെയാണ് SP സുകേശൻ തയ്യാറാക്കിയതെന്നും കോടതിയിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ തന്നെ സൂചിപ്പിക്കുന്നു. തനിക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്തു കഴിഞ്ഞുവെന്നും ഇനി തന്റെ കൈകളിലല്ല കാര്യങ്ങളെന്നും SP സുകേശൻ കോടതിയെ അറിയിച്ചു. ഇത് സൂചിപ്പിക്കുന്നത് കേസ് അട്ടിമറിക്കാനുള്ള ഗൂഢാലോചനയ്ക്ക് വേണ്ടിയാണ് നിയമോപദേശം തേടലും ഉന്നതരുടെ കൂടിയാലോചനയുമെന്നാണ്. അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ എത്തുന്നതിനു മുമ്പ് തന്നെ അതീവ സ്വഭാവമുള്ള ബാർ കോഴ കേസിന്റെ അന്തിമ നിലപാടിനായി ഒരു ലീഗൽ അഡ്വൈസറുടെ തീരുമാനത്തിന് വിട്ടു നൽകിയത് എന്തിന് എന്ന ചോദ്യത്തിന് ഉന്നതാധികാരികൾ മറുപടി പറയേണ്ടി വരും. ജിമിനിഷ് കുമാർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഈ വിഷയം ചർച്ച ചെയ്യുന്നതിനായി നിയമവിദഗ്ധരായ ശ്രീ അഡ്വക്കേറ്റ് കാളീശ്വരം രാജ്, അതോടൊപ്പം അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത്ത്, അഡ്വക്കേറ്റ് ദീപക് പ്രകാശ് എന്നിവർ ചേരുന്നു. ഒപ്പം KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് PS സലീം കൊച്ചിയിൽ നിന്ന് തത്സമയം ചേരുന്നു. ശ്രീ PC ജോർജിനെയും നമ്മൾ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. ആദ്യം തന്നെ അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത്ത്, ഇപ്പോൾ ഈ റിപ്പോർട്ട് താങ്കൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. അതായത് കെ എം മാണിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചാൽ നിലനിൽക്കില്ല എന്നുള്ള നിയമോപദേശമാണ് നൽകിയിരിക്കുന്നത്. കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. അതെ, ഇതിനെ സംബന്ധിച്ച് ഇപ്പോൾ നിങ്ങളുടെ റിപ്പോർട്ടർ പറഞ്ഞ ജഡ്ജ്മെൻറ്റ് ആർ സരള വേഴ്സസ് റെസ്പോണ്ടൻറ്റ് TS വേലു ആൻഡ് അതേഴ്സ്, അതിൻ്റെ ഫാക്ട്സ് അറിയാമായിരിക്കും. അതിൻ്റെ ഫാക്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്തു. അതിന് ഫാക്ട്സ് ഞാൻ പറയുന്നില്ല. ഈ പറഞ്ഞ പോയിൻ്റ് അല്ല, അതിനകത്ത് പാരഗ്രാഫ് നമ്പർ 8 ഓഫ് ദറ്റ് ജഡ്ജ്മെൻറ്റ്, പാരഗ്രാഫ് നമ്പർ 8 ഞാനൊന്ന് വായിക്കാം. ദ ക്വസ്റ്റ്യൻ ഹിയർ ഈസ് നോട്ട് സിംപ്ലി വെദർ ആൻ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ on his own volition or on his own initiative can discuss with the public prosecutor or any legal talent for the purpose of forming his opinion as to the report to be laid in the court. Had that been the question involved in this case, it would be unnecessary to vex our mind, because it is always open to any officer, including any investigating officer, to get the best legal opinion on any legal aspect concerning the preparation of any report. But the real question is, should the High Court direct the investigating officer to take the opinion of the public prosecutor for filing the charge sheet? അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജ് ഇതേക്കുറിച്ച് പ്രതികരിച്ചത് ശ്രീ കാളീശ്വരൻ രാജിന്റെ അഭിപ്രായത്തിലേക്ക്. അത്തരത്തിലുള്ള ഒരു നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം അട്ടിമറിക്കപ്പെടുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിയമവിരുദ്ധമായ നിയമോപദേശത്തിന് ഉദ്ധരിക്കപ്പെട്ട രീതിയിലാണ് പറയുന്നത്, നിയമോപദേശത്തിന് അന്വേഷണ ഉദ്യോഗസ്ഥർ വഴങ്ങുകയാണെങ്കിൽ അത് അന്വേഷണത്തിന്റെ നിഷ്പക്ഷതയെയും സത്യസന്ധതയെയും സ്വതന്ത്ര സ്വഭാവത്തെയും തന്നെയാണ് ഇല്ലാതാക്കുക. അത്തരമൊരു അവസ്ഥയുണ്ടായാൽ ഒരു പൊതുതാൽപര്യ വ്യവഹാരത്തിലൂടെ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള നിയമ നടപടികളിലൂടെ അത്തരം നടപടികൾ നിശ്ചയമായും ചോദ്യം ചെയ്യപ്പെടാനാണ് സാധ്യത. അങ്ങനെ ചോദ്യം ചെയ്യപ്പെടുന്ന പക്ഷം ഇന്ന് നൽകിയ നിയമോപദേശം അസാധുവാകുന്ന, അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിലെടുക്കുന്ന നടപടികൾ അസാധുവാകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുമെന്നതിൽ എനിക്ക് യാതൊരു സംശയവും. തീർച്ചയായും. അഡ്വക്കേറ്റ് ദീപക് പ്രകാശ്, ഏതെങ്കിലും വിധത്തിലുള്ള പൊതു താല്പര്യമോ അതല്ലെങ്കിൽ പൊതുജന നന്മയോ അല്ലാതെ മന്ത്രി കെ എം മാണി അഴിമതി കാണിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള ചോദ്യം, അല്ലെങ്കിൽ അദ്ദേഹം പൈസ വാങ്ങിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള ചോദ്യത്തിന് ഒരു അഭിഭാഷകനൊഴികെ കേരള സമൂഹം മൊത്തം തീരുമാനം ആയിട്ടുള്ളതാണ്. വിജിലൻസ് സംവിധാനം മുഴുവൻ ആ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ നിയമപരമായ നടപടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇത്തരമൊരു ഇതിൽ യാതൊരു വിധത്തിലും നിലനിൽക്കില്ല എന്നുള്ള ഒരു നിയമോപദേശം എത്തിയിരിക്കുന്നത്. എങ്ങനെ കാണുന്നു? ഞാനതിൻ്റെ ബേസിക് ഫാക്റ്റിലേക്ക് പോട്ടെ. ഇപ്പോൾ നമ്മുടെ അഭിഭാഷകരെല്ലാം ഇവിടെ ഉണ്ട്. ആ സമയത്ത് തന്നെ ഇദ്ദേഹം അഗസ്റ്റിൻ എന്ന് പറഞ്ഞ ലീഗൽ അഡ്വൈസർ കൊടുത്ത ഉപദേശം
സ്വീകരിക്കേണ്ട ഒരു ബാധ്യതയും ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥർക്കില്ല. സരള കേസിലാണെങ്കിലും വിധിനാരായൺ കേസിലാണെങ്കിലും അതുപോലെ ഷാഹിറ സേഖിൻ്റെ കേസിലാണെങ്കിലും RK ജയൻ്റെ കേസിലാണെങ്കിലും നിരവധി കേസുകളിൽ റോൾ ഓഫ് എ പ്രോസിക്യൂട്ടർ വളരെ വ്യക്തമായി നിർവഹിച്ചിട്ടുണ്ട്. സരള കേസിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു കാരണവശാലും ഒരു ലീഗൽ അഡ്വൈസർ കൊടുത്ത ഒരു റിപ്പോർട്ട് പരിശോധിച്ചുകൊണ്ട് അതുപോലെ തന്നെ പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല. സ്വന്തമായിട്ടുള്ള ബുദ്ധി ഉപയോഗിച്ച് സ്വന്തമായിട്ടുള്ള നിയമ പരിജ്ഞാനം ഉപയോഗിച്ച് തന്നെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് കേസുമായി മുന്നോട്ട് പോകാം. ഇങ്ങനെ ഒരു ഉപദേശം കൊടുത്തു എന്നുള്ളത് മാത്രം ഈ കേസ് ഇല്ലാതെയാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആ ഉപദേശം സ്വീകരിച്ച് ഇത് ഇല്ലാതെയായാൽ നേരത്തെ കാളിച്ചൻ രാജു പറഞ്ഞതുപോലെ തന്നെ വളരെ നല്ല രീതിയിൽ കോടതി ഇതിൽ ഇടപെടും. ഇന്ന് ഈ കേസിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ തെളിവുകളുമുണ്ട് എന്നാണ് മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നത്. ഒന്ന്, ഒരു പരാതിക്കാരനുണ്ട്, അത് ഞാൻ കണ്ടു എന്ന് പറയുന്ന ആളുണ്ട്, അദ്ദേഹത്തിൻ്റെ നുണപരിശോധന നടത്തിയിട്ടുണ്ട്, അത് നിയമപ്രകാരം വാലിഡ് അല്ലെങ്കിലും ഒരു സപ്പോർട്ടിംഗ് എവിഡൻസ് സ്വീകരിക്കാവുന്നതാണ്. അതുപോലെ അതുമായി ബന്ധപ്പെട്ട് ആളുകൾ നടത്തിയ ചർച്ചയുടെ CD ഉണ്ട്, അത് പരിശോധിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്തിട്ടുള്ള മറ്റൊരുപാട് കാര്യങ്ങൾ ഈ കേസിലുണ്ട്. പ്രിമാഫേസിയ ചാർജ് ഫ്രെയിം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഏറ്റവും പ്രിമാഫേസിയ ആയിട്ടുള്ള തെളിവുണ്ടോ എന്നാണ് ഈ ഘട്ടത്തിൽ പരിശോധിക്കേണ്ടത്. ഇത് തെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ജഡ്ജ് നിർവഹിക്കേണ്ട ഉത്തരവാദിത്തം ഒരു ലീഗൽ അഡ്വൈസർ നിർവഹിച്ചു കഴിഞ്ഞാൽ അത് തീർത്തും നിയമവിരുദ്ധമാണ് എന്നാണ് പറയാനുള്ളത്. ഒരു മുൻവിധിയോട് കൂടിയിട്ടുള്ള അഭിപ്രായം പറയുന്നതായിട്ട് ഇതിനെ കാണേണ്ടി വരില്ലേ? പ്രത്യേകിച്ചും അഗസ്റ്റിൻ പാമോയിൽ കേസിൽ കഴിഞ്ഞ ജനുവരിയിൽ ഹൈക്കോടതിയിൽ നിന്ന് നിശ്ചിത വിമർശനം ഏറ്റുവാങ്ങിയ ഒരു അഭിഭാഷകനാണ്. പാമോയിൽ കേസ് പിൻവലിക്കണമെന്നുള്ള അപ്പീൽ ഹൈക്കോടതിയിൽ നൽകിയത് അഗസ്റ്റിൻ വക്കീൽ തന്നെയാണ്, ഈ നിയമോപദേശം നൽകിയ ആൾ തന്നെയായിരുന്നു. അന്ന് ഹൈക്കോടതി കൃത്യമായി ഇദ്ദേഹത്തോട് പറഞ്ഞിരുന്നു, ഇത്തരം കാര്യങ്ങളിൽ ജനനന്മ അല്ലെങ്കിൽ ജനപക്ഷത്ത് നിന്നുകൊണ്ട് അല്ലെങ്കിൽ പൊതു താല്പര്യമുള്ള രീതിയിൽ, അല്ലാതെ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം സർക്കാർ ചെലവിൽ വക്കീലന്മാർ വേണോ? അതിന് വക്കീലന്മാർ വേറെ ഇല്ലേ? അല്ല പ്രദീപ്, എനിക്ക് ഈ ചർച്ചയുടെ ആദ്യ ഭാഗം ഞാൻ കേട്ടില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ കേസിൽ പല കേന്ദ്രങ്ങളും മുൻവിധിയോടുകൂടിയാണ് ഈ ബാർക്കോഴ കേസിൻ്റെ അന്വേഷണത്തെ സമീപിച്ചത്. നമുക്കറിയാം, ഒരു ലീഗൽ ഒപ്പീനിയൻ എന്ന് പറയുമ്പം ഒരു അന്വേഷണ സംഘത്തിന് നിയമപരമായ ദിശാബോധം നൽകാൻ ബാധ്യതയുള്ള ഒരു ലീഗൽ അഡ്വൈസറാകാം, അത് പ്രോസിക്യൂട്ടറാകാം. അവരുടെ ചുമതല ജനപക്ഷ നിലപാടുകളോ അല്ലെങ്കിൽ ഈ ഒരു സാമൂഹികമായ പ്രത്യാഘാതങ്ങളോ നോക്കുക എന്നുള്ള അല്ല ഒരു ലീഗൽ അഡ്വൈസറുടെ ഒരു പ്രോസിക്യൂട്ടർ ചുമതല. ഒരു വിജിലൻസ് ഓഫീസറുടെ, ഒരു സൂപ്രണ്ട് ഓഫ് പോലീസിന്റെ ലെവലുള്ള, ഒരു ADG ലെവലുള്ള വിജിലൻസ് ഉദ്യോഗസ്ഥൻ, കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്റെ സ്ഥിതി എന്താണ്? ഇത് തന്നെയല്ലേ താങ്കൾ പറയുന്ന അതേ രീതിയിൽ തന്നെയല്ലേ ആ ഉദ്യോഗസ്ഥനെയും കാണേണ്ടത്? അല്ലെങ്കിൽ ഈ സംവിധാനത്തെ മുഴുവൻ ഇത് വെറുതെ പോലീസും വേണ്ട, വിജിലൻസും വേണ്ട, കോടതിയും വേണ്ട. പ്രദീപിനോട് ഞാൻ സ്നേഹപൂർവ്വം വിയോജിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞ മുൻവിധിയോടുകൂടി ഈ പ്രശ്നത്തെ സമീപിക്കരുത്. ഒരു ലീഗൽ അഡ്വൈസറുടെ ചുമതല ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ നൽകുന്ന ആ ഫാക്ച്വൽ റിപ്പോർട്ടിന് ഒരു ലീഗൽ വേർഷൻ കൊടുക്കുക എന്നുള്ളതാണ്, നിയമപരമായി ദിശാബോധം നൽകുക എന്നുള്ളതാണ്. ശരി, താങ്കൾ എന്ത് പറയുന്നു? ഇതോടുകൂടി കേസ് അവസാനിപ്പിക്കണോ? അതായത് കുറ്റപത്രം നൽകിയാൽ നിൽക്കില്ല, ഈ കേസ് ഇവിടെ അവസാനിപ്പിക്കാം എന്നാണോ താങ്കളുടെ വ്യക്തിപരമായ അഭിപ്രായം? താങ്കളുടെ അഭിപ്രായമാണ് അറിയേണ്ടത്. ഇനി ആ ലീഗൽ അഡ്വൈസറുടെ അഭിപ്രായം ഇവിടെ നിൽക്കട്ടെ. അല്ല, എന്റെ വ്യക്തിപരമായ അഭിപ്രായം അല്ല ഇവിടെ പ്രസക്തിയില്ല. ഇതൊരു ഞാൻ പറഞ്ഞല്ലോ, മാധ്യമ ചർച്ചകളിലൂടെ നമുക്ക് ഇങ്ങനെ ഒരു കേസ് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയില്ല. ഇത് വളരെ വളരെ ഡെലിക്കേറ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് ഒരു ആരോപണം ഉന്നയിക്കുന്നു, ഒരു പ്ലെയിൻ അലിഗേഷൻ വരുന്നു, അത് പ്രോപ്പറായി പ്രൂവ് ചെയ്യപ്പെടേണ്ടി വരും. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇത് തെളിവുകളുണ്ടാവണം. ആരെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരാൾ കോഴ വാങ്ങി, ഇതൊന്നും പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൽ വരില്ല. അത് സുപ്രീം കോടതിയുടെ ജയിൻ ഹവാല കേസിൽ വളരെ വ്യക്തമായ റൂളിംഗ് ഉണ്ട്. ലളിതാകുമാരി കേസ് അറിയാമല്ലോ. ഒരു കേസിൽ FIR ഇട്ട് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളുണ്ട് നമ്മൾ അറിവിൽ. ഒരാളെ കേസിൽ പ്രതി ചേർത്ത് FIR ഇട്ട് കഴിഞ്ഞാൽ അന്വേഷണം നടത്തണം, അയാളെ അറസ്റ്റ് രേഖപ്പെടുത്തണം, കോടതിയിൽ ഹാജരാക്കണം. അഡ്വക്കേറ്റ് ശാസ്തമംഗലം മജീദ്,
കേസിനകത്ത് പറഞ്ഞ കാര്യമൊന്നുമില്ല. ജയനവാല കേസിനകത്ത് ഡയറീസിനകത്ത് ജയനവാല കേസ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. ജയനവാല കേസിനകത്ത് പറഞ്ഞിട്ടുള്ളത് LK അഡ്വാനിയാണ് ആ കേസിനകത്ത് പ്രതിയായിട്ടുള്ളത്. ജയിലിന്റെ ഡയറിക്കകത്തുള്ള ചില റെഫറൻസ് ലൂ ഷീറ്റ്സ് ക്യാൻ ഇറ്റ് ബി അക്സെപ്റ്റഡ് ആസ് എവിഡൻസ് അണ്ടർ സെക്ഷൻ 34 ഓഫ് ദി എവിഡൻസ് ആക്ട്. അതായിരുന്നു നിയമപ്രശ്നം. അതിനൊക്കെ അപ്പുറത്ത് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിൽ, അതായത് ഇത്ര കാലം ഞാൻ ഉൾപ്പെടെയുള്ളവർ ഈ ചാനലുകളിൽ ഇരുന്ന് ചർച്ച ചെയ്ത് ജനങ്ങൾക്ക് മുഴുവൻ അറിയാവുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് തീർത്തും സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് ഒരു അഭിഭാഷകൻ അഗസ്റ്റിന്റെ ഒരു വെളിപ്പെടുത്തലോട് കൂടി ഒന്നും വേണ്ട, എല്ലാം തേച്ചു മാറ്റി കളയാം എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുന്നത് എത്ര ദൗർഭാഗ്യകരമാണ്. അഡ്വക്കേറ്റ് ദീപക്, കഷ്ടമാണ്. ഹലോ, പറഞ്ഞോളൂ. കട്ടായി വന്നു കേട്ടോ. ഇല്ല, കട്ടായിട്ടില്ല, പറഞ്ഞോളൂ. ഹലോ, ഇത് വിഷയം നമ്മൾ സൂചിപ്പിക്കുന്നത് എന്താണ് ഒരു പ്രോസിക്യൂട്ടർ അല്ലെങ്കിൽ ലീഗൽ അഡ്വൈസർ എന്ന് പറയുന്ന ആളുടെ ഡ്യൂട്ടി എന്നുള്ളതാണ്. ഇവിടെ മിസ്റ്റർ അഗസ്റ്റിൻ, എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് പരിചയമില്ല എങ്കിൽ കൂടി അദ്ദേഹം ഒരു ഡിഫൻസ് കൗൺസിൽ KM മാണിയുടെ ഡിഫൻസ് കൗൺസിൽ രൂപത്തിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അദ്ദേഹം ഒരിക്കലും ആ രീതിയിലേക്ക് പോകാൻ പാടില്ല. എല്ലാവർക്കും അറിയാം ഈ കേസിൽ പ്രിമാ ഫേസിയ കേസുണ്ട്, ഒരു ഗുരുതരമായ ആരോപണമുണ്ട്. ഒരുപാട് കാലങ്ങൾക്ക് ശേഷവും ആ ആരോപണം ഉന്നയിച്ച ആൾ മിസ്റ്റർ ബിജു രമേശ് അതിൽ ഉറച്ചു നിൽക്കുകയാണ്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റു തെളിവുകളുണ്ട്, അത് അവർക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഈ കേസിൽ ഒരു ADGP പറയുന്നു എനിക്ക് സമ്മർദ്ദമുണ്ടായിരുന്നു, എനിക്ക് ഈ കേസ് വേണ്ട രീതിയിൽ അന്വേഷിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു ADGP പറയുന്നു. അയാൾ ലീവ് എടുത്തു പോകുന്നു. ഈ സാഹചര്യത്തിലാണ് ഈ കേസിലെ ലീഗൽ അഡ്വൈസറുടെ ഉപദേശം നമ്മൾ കാണേണ്ടത്. അല്ല ദീപക്, ഒരു ഇടപെട്ടൊന്ന് ചോദിച്ചോട്ടെ. അതായത് യഥാർത്ഥത്തിൽ സംഭവിക്കട്ടെ, ഒരുപക്ഷെ അദ്ദേഹത്തിന് കേൾക്കാൻ സാധിക്കില്ലെങ്കിൽ അഡ്വക്കേറ്റ് ശാസ്ത്രമംഗലം അതിന് മറുപടി പറയാൻ പറ്റും. അതായത് ഒരു ലീഗൽ ഒപ്പീനിയൻ വിടുന്നു, താങ്കളാണ് ആ ലീഗൽ ഓഫീസർ ഇരിക്കട്ടെ, ആ കേസ് ദുർബലമാണെങ്കിൽ ആ കേസ് വീണ്ടും അന്വേഷിച്ച് നല്ല രീതിയിൽ ശക്തമാക്കി എടുക്കണം എന്നല്ലേ ലീഗൽ ഒപ്പീനിയൻ കൊടുക്കുന്നത്? 2 മിനിറ്റ് സമയം തരണം. ഇതിനകത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് സരള കേസിനകത്ത് ലീഗൽ ഒപ്പീനിയന് വേണ്ടിയിട്ട് ലീഗൽ അഡ്വൈസറുടെ കയ്യിൽ പോകുന്നത് തെറ്റാണെന്നുള്ള വ്യൂവിൽ അടിസ്ഥാനത്തിലാണ് ഈ ചർച്ച വരുന്നത്. ശരിയല്ല, അങ്ങനെയല്ല. സരള കേസിനകത്ത് സരള കേസിനകത്ത് ജഡ്ജ്മെന്റിനകത്ത് പറഞ്ഞത് ഹൈക്കോടതി അങ്ങനെ ഒരു ഡയറക്ഷൻ കൊടുത്തത് തെറ്റാണ്. അപ്പം വിജിലൻസ് മാനുവലിനകത്ത് തന്നെ ലീഗൽ ഒപ്പീനിയൻ പോകാനായിട്ട് വ്യവസ്ഥയുണ്ട്. അഗസ്റ്റിൻ എന്ന് പറഞ്ഞാൽ ശരിയാണോ തെറ്റാണോ, അയാൾ ഏഞ്ചൽ ആയിക്കോട്ടെ ഡെവിൾ ആയിക്കോട്ടെ, വി ആർ നോട്ട് ബോതർഡ് അബൌട്ട് ദാറ്റ്. അഗസ്റ്റിന് ഈ കേസിനകത്ത് ഇഷ്ടമുള്ള ലീഗൽ ഒപ്പീനിയൻ കൊടുക്കാനായിട്ട് അധികാരമുണ്ട്. പക്ഷേ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നേരത്തെ മിസ്റ്റർ കാളീശ്വരൻ പോയിന്റ് ഔട്ട് ചെയ്ത പോലെ വൺസ് എ ലീഗൽ ഒപ്പീനിയൻ ഈസ് ഗിവൺ ബൈ ദ ലീഗൽ അഡ്വൈസർ ഈസ് ദി വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് ബൗണ്ട് ബൈ ദാറ്റ്. ദാറ്റ് ഈസ് ദ പോയിന്റ്. അല്ല, മാത്രമല്ല അത് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള, അത് ഓഫീസർക്ക് മാത്രം റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ലേ? അതെ, അത് ഓഫീസർക്ക് മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. എല്ലാ പത്രത്തിലും വെണ്ടക്കാക്ഷരത്തിൽ വാർത്തയായി. അതായിക്കോട്ടെ, പക്ഷേ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് ഒരു കേസിനകത്ത് ചാർജ് ഷീറ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് ദാറ്റ് ഇസ് ദർ ഇൻഡിപെൻഡന്റ് ഡിസിഷൻ. അത് ഈ ജഡ്ജ്മെന്റ് തന്നെ പറയുന്നുണ്ട്. ഈ നമ്മുടെ സരള കേസിലെ ജഡ്ജ്മെന്റ് തന്നെ ജസ്റ്റിസ് KT തോമസിന്റെ ജഡ്ജ്മെന്റിൽ പറയുന്നുണ്ട് 3 ജഡ്ജ്മെന്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിന്റെ ഡിസിഷൻ ഉണ്ട്. ദാറ്റ് ഈസ് വാട്ട് കാളീശ്വരൻ രാജ് ഈസ് പോയിന്റിംഗ് ഔട്ട്. കേരള കോൺഗ്രസ് നേതാവ് ശ്രീ PC ജോർജിനെ ടെലിഫോൺ ലൈനിൽ ശ്രമിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ചേരും. അതോ അതിനു മുമ്പായി ശ്രീ അഡ്വക്കേറ്റ് PA സലീം, ഞാൻ താങ്കളുടെ പരിമിതികൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പറയുകയാണ്, നമ്മളൊരു ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ മാത്രമല്ല ഇത് കാണുന്നത്, ഒരുപാട് ആളുകൾ കാണുന്നു, സസൂക്ഷ്മം വീക്ഷിക്കുന്നു. താങ്കൾ വളരെയധികം ക്രെഡിബിലിറ്റി ഉള്ള ഒരു കോൺഗ്രസ് നേതാവ് എന്ന നിലയിലാണ് ഞാൻ ചോദിക്കുന്നത്. ഇത്തരം ചില വൃത്തികെട്ട ഇടപെടലുകൾ, അതായത് നിയമത്തിൻ്റെ കുരുക്കുകളുടെ, എന്താണ് ഇന്നത്തെ പത്രങ്ങളിലുള്ള കണ്ടെന്ന് വാർത്ത കണ്ടോ? മലയാള മനോരമയുടെ ചാനലിലാണ് മുൻ ADGP ഇപ്പോൾ DGP ആണ് അദ്ദേഹം പറയുന്നത്, വല്ലാത്ത സമ്മർദ്ദങ്ങൾക്കിടയിൽ നിന്നുകൊണ്ടാണ് എനിക്ക് ആ കേസ് അന്വേഷണമായി മുന്നോട്ട് പോകേണ്ടി വന്നത്. ഇത്തരമൊരു സംവിധാനത്തിൽ നിൽക്കുമ്പോൾ ഒരു അഗസ്റ്റിൻ്റെ ഒരു ലീഗൽ ഒപ്പീനിയൻ വെച്ചിട്ട് എല്ലാം അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് അങ്ങനെയാണോ വേണ്ടത്? അല്ല, പ്രദീപിന് ഇൻഫർമേഷൻ ഒരു കാര്യം പറയാം. ഈ ലീഗൽ അഡ്വൈസർ അഗസ്റ്റിനെ നിയമിച്ചത് UDF സർക്കാരല്ല. ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോൾ, അദ്ദേഹം കേരളത്തിൻ്റെ വിജിലൻസ് മന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹം നടത്തിയ അപ്പോയിൻമെൻ്റാണ് വിജിലൻസ് ലീഗൽ അഡ്വൈസറായി ശ്രീ അഗസ്റ്റിനെ നിയമിച്ചത്. ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തെ നിയമിച്ചതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിയമപരമായ പരിജ്ഞാനത്തെക്കുറിച്ചോ ഈ കേസിൽ അദ്ദേഹം എഴുതിയ ലീഗൽ ഒപ്പീനിയനെ കുറിച്ചോ ഞാനത് ഡിസ്പ്യൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഒരു അഭിഭാഷകൻ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു പൂർവാശ്രമം എന്താണെങ്കിലും സ്വാഭാവികമായും ഒരു വളരെ ഈ കേരള സമൂഹം ആകാംക്ഷയോടെ കാണുന്ന ഈ കേസിൽ തീർച്ചയായും അദ്ദേഹം മൈൻഡ് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ഒരു ഇതിൻ്റെ ഫാക്സ് മുഴുവൻ അസെപ്റ്റും ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഒരു ലീഗൽ ഒപ്പീനിയൻ കൊടുക്കാനേ കഴിയുള്ളൂ. ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, ഒരിക്കലും നമ്മൾ ഈ ചാനൽ ചർച്ചകളിലൂടെ ഈ കേസിലുണ്ടാക്കിയിരിക്കുന്ന പുകമറ അത് നിയമത്തിൻ്റെ മുമ്പിൽ
നിയമത്തിൻ്റെ വഴികളിലൂടെ ആ ചാനൽ ചർച്ചയിലൂടെയോ അല്ലെങ്കിൽ അത്തരം പ്രചരണങ്ങളിലൂടെയോ കൊണ്ടുവന്ന ഒരു ഇംപ്രഷൻ ഒരിക്കലും നിയമത്തിന്റെ വഴികളിലൂടെ പോകണം എന്ന് വാശി പിടിക്കുന്നത് ശരിയല്ല. നിയമം പലപ്പോഴും ഇത്തരം ചർച്ചകളെയോ അല്ലെങ്കിൽ പത്രവാർത്തകളെയോ സ്വാധീനിക്കാറുണ്ട് അല്ലേ അഡ്വക്കേറ്റ് ശാസ്തമംഗലം മജീദ്? അല്ല, ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് അഗസ്റ്റിൻ്റെ ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടോട്ടലി ഇൻസിഗ്നിഫിക്കൻറ്റ്. ഇപ്പോൾ ഈ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് വിജിലൻസ് ഡയറക്ടർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഹി ക്യാൻ ഫോം ആൻ ഒപ്പീനിയൻ വെദർ ഈ ഷുഡ് ഫയൽ എ ചാർജ് ഷീറ്റ് ഓർ നീ നോട്ട് ഫയൽ എ ചാർജ് ഷീറ്റ്. അതാണ് സുപ്രീം കോടതി ജഡ്ജി പറഞ്ഞത്. അല്ല, അഗസ്റ്റിൻ്റെ ഒപ്പീനിയൻ അങ്ങനെ കൊടുത്തതുകൊണ്ട് അഗസ്റ്റിൻ്റെ ഒപ്പീനിയൻ ശരിയാവണമെന്നില്ല, തെറ്റാവണമെന്നില്ല. അഗസ്റ്റിന് പക്ഷേ അങ്ങനെ ഒരു ഒപ്പീനിയൻ കൊടുക്കാനായിട്ടുള്ള ഫ്രീഡം ഉണ്ട്. അഗസ്റ്റിൻ ക്യാൻ ടേക്ക് സച്ച് എ വ്യൂ. അതുകൊണ്ട് അഗസ്റ്റിൻ മോശക്കാരനാവുന്നില്ല. അഗസ്റ്റിൻ ക്യാൻ ഡെഫിനറ്റ്ലി ടേക്ക് ദാറ്റ് വ്യൂ, ഒരു സംശയവുമില്ല. പക്ഷേ ആ വ്യൂ അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചുള്ള ഇറ്റ് ഈസ് ദയർ ഡിസ്ക്രിപ്ഷൻ. ഈ അഗസ്റ്റിന്റെ ഈ ഫൈൻഡിങ്സിൽ നമുക്ക് കിട്ടിയ നേരിട്ടുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ പോലും പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഈ സാക്ഷിമൊഴികളൊന്നും ക്രെഡിബിൾ അല്ല എന്നുള്ളത്. സാക്ഷിമൊഴികളുടെ ക്രെഡിബിലിറ്റി ആരാണ് തീരുമാനം? പക്ഷേ ഇതിനെ സംബന്ധിച്ച് ഞാൻ പറയട്ടെ, ഇതിപ്പോൾ ആദ്യമായിട്ടല്ല ലീഗൽ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു ലീഗൽ അഡ്വൈസറിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഒപ്പീനിയൻ പോകുന്നത്. അനേകം കേസുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ലീഗൽ അഡ്വൈസർക്ക് ഒരു ഒപ്പീനിയൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദ ഡിപ്പാർട്ട്മെന്റ് ക്യാൻ ഐദർ പുട്ട് അപ്പ് എ ഫൈനൽ റിപ്പോർട്ട് ഓർ എ റെഫർ റിപ്പോർട്ട്. അതായത് കേസ് വേണ്ടാന്ന് എഴുതി തള്ളാം, അല്ലെങ്കിൽ കേസ് ഉണ്ടെന്ന് പറഞ്ഞ് ചാർജ് ഷീറ്റ് കൊടുക്കാം. കേസ് വേണ്ടാന്നൊരു റെഫർ റിപ്പോർട്ട് വിജിലൻസ് കോടതി പോയി കഴിഞ്ഞാൽ ദ കോർട്ട് വിൽ ഡിസൈഡ് വെദർ റിപ്പോർട്ട് ഷുഡ് ബി ഫയൽഡ്. അതിന് വീണ്ടും ഒരു അന്വേഷണം വേണോ വേണ്ടയോ എന്ന് പറയാനായിട്ടുള്ള അധികാരം വിജിലൻസ് സ്പെഷ്യൽ ജഡ്ജിക്കുണ്ട്. അങ്ങനെ അനേകം കേസുകളുണ്ട്. ഈ അടുത്ത കാലത്ത് ഞാൻ നടത്തിയ ഒരു കേസിനകത്ത് വിജിലൻസ് ലീഗൽ അഡ്വൈസർ ഒപ്പീനിയൻ ഒരു കോഗ്നിസബിൾ ഒഫൻസിൽ ലീഗൽ ഒപ്പീനിയൻ കിട്ടുകയാണ്, കേസ് എടുക്കണ്ട എന്നുള്ള അവസ്ഥയിൽ കോടതിക്ക് നേരിട്ട് ഇടപെട്ടൂടെ? തീർച്ചയായിട്ടും 190 CRPC അനുസരിച്ച് കോർട്ട് ഹാസ് ഗോട്ട് ദ പവർ. ആ റിപ്പോർട്ട് അക്സെപ്റ്റ് ചെയ്യാനും നിരാകരിക്കാനായിട്ടുള്ള പവർ കോടതിക്കുണ്ട്. നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. അത് ജസ്റ്റിസ് ശശീന്ദ്രൻ നമ്പ്യാരുടെ ജഡ്ജ്മെന്റ് ഉണ്ട് ഈ പോയിന്റിൽ. ഡയറക്ട്ലി സ്ക്വയർലി ഓൺ ദ പോയിന്റ് ജഡ്ജ്മെന്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഇതിനകത്ത് റെഫർ റിപ്പോർട്ട് വന്നാലും ഫൈനൽ റിപ്പോർട്ട് വന്നാലും കൊഗ്നൈസൻസ് എടുക്കണോ വേണ്ടയോ, ഈ റിപ്പോർട്ട് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അൾട്ടിമേറ്റ്ലി ദ സ്പെഷ്യൽ ജഡ്ജ്. ആ ഒരു കാര്യത്തിനകത്ത് അഗസ്റ്റിന്റെ ഒപ്പീനിയൻ ഹാസ് ഗോട്ട് നോ വാല്യൂ അറ്റ് ഓൾ. അഡ്വക്കേറ്റ് ദീപക് പ്രകാശ്, നമുക്കറിയാം ഈ അന്വേഷണം നടത്തിയ സുകേശൻ എന്ന് പറഞ്ഞ വിജിലൻസ് SP കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ വളരെ വിചിത്രവും ഒരുപക്ഷെ നമുക്ക് ഇത് റയർ എന്ന് പറയാവുന്ന ഒരു വാചകം ഉണ്ടായിരുന്നു. എൻ്റെ ജോലി ഞാൻ ഭംഗിയായി നിർവഹിച്ചു, ഇനി എനിക്ക് ഒന്നും ചെയ്യാനില്ല. അത് തന്നെ നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട്. ഇനിയെല്ലാം നടക്കാൻ പോകുന്നത് സപ്പോർട്ട് അട്ടിമറി തന്നെയാണെന്ന് എങ്ങനെ അനുമാനിക്കുന്നു അഡ്വക്കേറ്റ് ദീപക്? പ്രദീപ്, നമ്മളെല്ലാവരും പത്രം വായിക്കുന്ന, ഞാൻ ഡൽഹിയിലാണെങ്കിലും മലയാള പത്രം ചിലപ്പോൾ കിട്ടാറുണ്ട്, ന്യൂസും കേൾക്കാറുണ്ട്. സാധാരണ ബോധമുള്ള എല്ലാവർക്കും അറിയാം ഈ കേസിൽ എന്താണ് നടക്കുന്നത്, ഓരോ ഘട്ടത്തിലും എങ്ങനെ നടത്തുന്നത്. ആ ഒരു പെക്യൂലിയർ ഫാക്ട്സിൻ്റെ ബേസിൽ വേണം നമ്മൾ ഈ കേസിനെ കാണാൻ. അല്ലെങ്കിൽ അഗസ്റ്റിൻ കൊടുത്ത റിപ്പോർട്ട് എന്താണ്, അത് എന്തൊക്കെയാണ് ഈ സംഭവിക്കുന്നത്, ആദ്യം മുതൽ കേൾക്കണം. ഈ കേസിൽ ഒരു തരത്തിലുള്ള അന്വേഷണവും നടക്കാതിരിക്കാനുള്ള ശക്തമായ സമ്മർദ്ദം, ഗവൺമെൻറ്റിൽ നിന്നും രാജിവെച്ച് പോകുന്ന അടക്കമുള്ള സമ്മർദ്ദം, അതുപോലെ എത്രയും പെട്ടെന്ന് ഇത് എങ്ങനെ ഇല്ലാതാക്കാന്നുള്ള എല്ലാവരും ഇതിൻ്റെ വിജിലൻസിൻ്റെ ഹെഡായിരിക്കുന്ന ഹോം മിനിസ്റ്റർ, അവരുടെ എല്ലാവരുടെയും ഹെഡായിരിക്കുന്ന മുഖ്യമന്ത്രി, ഇവരെല്ലാവരും നിർബന്ധപൂർവം ഈ ഉദ്യോഗസ്ഥർ തലയിൽ കയറിയിരുന്നു കൊണ്ട് പറയുകയാണ് ഇതിൽ ഒരു തരത്തിലുള്ള നടപടിയും പാടില്ല. എന്നിട്ടും ചില സത്യസന്ധരായ ഉദ്യോഗസ്ഥർ കൃത്യമായി അന്വേഷണം നടത്തി നല്ല രീതിയിൽ കൊണ്ടുപോയി. കാരണം ഇടയ്ക്കൊരു കേസ് വന്നു ഹൈക്കോടതിയിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇത് കോടതിയുടെ നിരീക്ഷണം നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട്. അതുമാത്രമല്ല, ഈ കേസിൽ മറ്റ് പല ഘടകങ്ങളും കൂടി പരിശോധിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ റിപ്പോർട്ടിനെ കാണാൻ. തീർച്ചയായും അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ നമുക്ക് സമയപരിമിതി പ്രശ്നമുണ്ട്. അഡ്വക്കേറ്റ് PA സലീമിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അഡ്വക്കേറ്റ് PA സലീം, പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പറയുകയുണ്ടായി ഇതൊരു കൊട്ടേഷൻ നിയമോപദേശമാണെന്ന്. എങ്ങനെ പ്രതികരിക്കുന്നു? അല്ലേ, പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദന് ഇത്തരം കേസുകൾക്കുള്ള പ്രതികരണങ്ങൾ അതൊക്കെ നമുക്ക് ഒരിക്കലും, ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും ഒരു ഇൻ ദി ഐസ് ഓഫ് ലോ നമുക്കിതൊന്നും ആ രീതിയിൽ കാണാൻ കഴിയില്ല. നമുക്ക് രാഷ്ട്രീയം പറയാൻ കഴിയും, പ്രതികരിക്കാൻ കഴിയും. പക്ഷെ ഒരു അന്വേഷണ സംഘത്തിൻ്റെ മുമ്പിൽ ഇത്തരം ഒരു വൈകാരികമായ രീതിയിൽ ഒരിക്കലും ഒരു കേസ് ഫ്രെയിം ചെയ്യാൻ കഴിയില്ല, ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യാൻ കഴിയില്ല. കേരള വിജിലൻസ് സമഗ്രമായി അന്വേഷിച്ചൊരു കേസാണ്, ആർക്കും തർക്കമില്ല. ഇതിലെ ഒരുപാട് ആളുകൾ അഗ്രീവ്ഡാണ്. ഈ കേസ് ഈ രീതിയിൽ അന്വേഷിച്ചത് 100 കണക്കിന് സാക്ഷികളെ വിളിച്ചു വരുത്തി. ആ അന്വേഷണ സംഘം കണ്ടെത്തിയ മുഴുവൻ കണ്ടെത്തലുകളും അത് വിജിലൻസിൻ്റെ ലീഗൽ അഡ്വൈസർ കൊടുത്തു. ലീഗൽ അഡ്വൈസർ ഒപ്പീനിയൻ ലഭിച്ചു. പ്രദീപ്, ഒരു കാര്യം കൂടി മനസ്സിലാക്കണം, ഇതിവിടെ അവസാനിക്കുന്നില്ല. ഫൈനൽ റിപ്പോർട്ട് കോടതിയിൽ സബ്മിറ്റ് ചെയ്യണം. ആ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇത് കോടതിയുടെ
വീണ്ടും ഒരു ലീഗൽ സ്ക്രൂട്ടിക്ക് വിധേയമാവുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം അഡ്വക്കേറ്റ് പി എസ് സലീം, ഇത് ഇവിടെ അവസാനിക്കാൻ പോകുന്നില്ല. ഇത് രാഷ്ട്രീയപരമായി തന്നെ ഇത് മുന്നോട്ട് നീങ്ങും. പ്രത്യേകിച്ചും ഇതൊരു മന്ത്രിയാണ്, കേരളം ഭരിക്കുന്ന സർക്കാരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സീനിയർ ആയിട്ടുള്ള ധനമന്ത്രിയാണ് ഈ കേസിലെ പ്രതി, നിസ്സാരക്കാരനല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ചർച്ച തൽക്കാലം ഇപ്പോൾ അവസാനിപ്പിക്കാം. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് ശാസ്തമംഗലം മജീദ്, അഭിഭാഷകരായ ദീപക് പ്രകാശ് ആൻഡ് പി എ സലീം, അഡ്വക്കേറ്റ് കാളീശ്വരം രാജ്.